നമ്മളിൽ പലരും ഒരു നല്ല ജീവിതം സ്വപ്നം കണ്ട് യാത്ര ചെയ്യുന്നവരാ അല്ലേ? പക്ഷേ ഒരാളുടെ ഈ ഒരു ചെറിയ യാത്ര എപ്പോഴെങ്കിലും ഒരു രാജ്യത്തിന്റെ പോളിസിയായി മാറിയാലോ? പിന്നെ അതൊരു ചെറിയ കാര്യമല്ല. ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ രാഷ്ട്രീയ ചർച്ചകളിലൊന്നായി അത് മാറും. അതാണ് നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന മൈഗ്രേഷൻ പോളിറ്റിക്സ്. അപ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കി, മനുഷ്യന്റെ ആ യാത്ര ചെയ്യാനുള്ള ആഗ്രഹവും ഒരു രാജ്യത്തിന്റെ അധികാരവും ഇത് രണ്ടും കൂടെ നേർക്കുനേർ വരുമ്പോൾ എന്താവും സംഭവിക്കുക? ഭയങ്കര കോംപ്ലക്സ് ആയിട്ടുള്ളൊരു ചോദ്യമാണത്. ഇതിന്റെ ഉത്തരം കണ്ടെത്താനാണ് നമ്മളിന്ന് ശ്രമിക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഏതൊരു വലിയ വിഷയം എടുക്കുമ്പോഴും നമ്മൾ ചെയ്യുന്നത് പോലെ ഇതിന്റെ ബേസിക്സിൽ നിന്ന് തന്നെ തുടങ്ങാം. എന്താണ് ശരിക്കും ഈ മൈഗ്രേഷൻ പൊളിറ്റിക്സ് എന്ന് പറഞ്ഞാൽ? മൈഗ്രേഷൻ അല്ലെങ്കിൽ കുടിയേറ്റം, ഈ വാക്ക് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിൽ വരേണ്ട ഏറ്റവും സിമ്പിളായ കാര്യം ഇതാണ്: ആളുകൾ ഒരിടത്തു നിന്ന് മറ്റൊരിടത്തേക്ക് പോകുന്നു. അത്രേ ഉള്ളൂ. അത് ചിലപ്പോൾ നമ്മുടെ രാജ്യത്തിൻ്റെ ഉള്ളിൽ തന്നെയാവാം, അല്ലെങ്കിൽ അതിർത്തി കടന്ന് വേറൊരു രാജ്യത്തേക്ക്. എന്തിനാ പോകുന്നേ? ഒരു നല്ല ജോലിക്ക് വേണ്ടി, അല്ലെങ്കിൽ കുറച്ചുകൂടി സുരക്ഷിതമായി ജീവിക്കാൻ, അതുമല്ലെങ്കിൽ ഒരു ബെറ്റർ ലൈഫിനു വേണ്ടി. കാരണങ്ങൾ ഒരുപാടുണ്ടാവാം. പക്ഷേ ഈ സാധാരണ ഒരു മൂവ്മെന്റ് എപ്പോഴാ ഒരു പൊളിറ്റിക്കൽ ഇഷ്യൂ ആയി മാറുന്നത്? ചിന്തിച്ചിട്ടുണ്ടോ? അത് സംഭവിക്കുന്നത് ഗവൺമെന്റുകൾ ഇതിന്റെ പേരിൽ നിയമങ്ങളൊക്കെ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോഴാണ്. സമൂഹം ഇതിനെപ്പറ്റി ചർച്ച ചെയ്യാൻ തുടങ്ങുമ്പോഴാണ്. ആ പോയിന്റ് മുതൽ ആ സിമ്പിളായൊരു യാത്ര ഒരു വലിയ രാഷ്ട്രീയ കളിയുടെ ഭാഗമായി മാറുകയാണ്. ഈ രാഷ്ട്രീയത്തിൻ്റെയൊക്കെ സെന്ററിൽ ചില വലിയ ചോദ്യങ്ങളുണ്ട്. ശരിക്കും ആർക്കാണ് ഒരു അതിർത്തി കടന്നുപോകാൻ അവകാശമുള്ളത്? ആർക്കാണ് ഒരു രാജ്യത്ത് വന്ന് താമസിക്കാൻ നമ്മൾ പെർമിഷൻ കൊടുക്കേണ്ടത്? പുതിയതായി വരുന്ന ആളുകൾ നമ്മുടെയൊക്കെ നാഷണൽ ഐഡന്റിറ്റിയെ എങ്ങനെയാവും ബാധിക്കുക? ഈ ചോദ്യങ്ങളാണ് എല്ലാ ഡിബേറ്റിനും മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഒരാള് എന്തിനായിരിക്കും സ്വന്തം വീടും നാടുമൊക്കെ വിട്ടുപോകുന്നത്? അതിൻ്റെ ഉത്തരം നമ്മൾ വിചാരിക്കുന്നത്ര സിമ്പിളല്ല, കുറച്ചുകൂടി കോംപ്ലിക്കേറ്റഡ് ആണ്. ചിലപ്പോൾ സ്വന്തം ഇഷ്ടപ്രകാരമാവാം, ചിലപ്പോൾ വേറെ വഴിയില്ലാതെ നിർബന്ധിതരായിട്ടാവാം. എന്തിന്? കാലാവസ്ഥയ്ക്ക് പോലും ഇതിൽ വലിയൊരു പങ്കുണ്ട്. ഓക്കെ, അപ്പോൾ ഈ കുടിയേറ്റത്തിനെ നമുക്ക് പ്രധാനമായും രണ്ടായിട്ട് തിരിക്കാം. ഒന്നാമത്തേത് ഇന്റേണൽ മൈഗ്രേഷൻ, അതായത് രാജ്യത്തിന് ഉള്ളിൽ തന്നെയുള്ള മാറ്റം. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഒരു ഗ്രാമത്തിൽ നിന്ന് ഒരാൾ ജോലിക്ക് വേണ്ടി കൊച്ചിയിലേക്ക് മാറുന്നതുപോലെ. രണ്ടാമത്തേത് ഇന്റർനാഷണൽ മൈഗ്രേഷൻ, പേരുപോലെ തന്നെ രാജ്യം വിട്ട് പുറത്തേക്ക് പോകുന്നത്. ഇന്ത്യയിൽ നിന്ന് ഒരാൾ ദുബായിലേക്ക് പോകുന്നത് ഇതിനൊരു നല്ല ഉദാഹരണമാണ്. ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു പ്രധാന കാര്യമുണ്ട്: മൈഗ്രേഷൻ എപ്പോഴും ഒരാളുടെ ചോയ്സ് ആവണമെന്നില്ല. നല്ല അവസരങ്ങൾ തേടി സ്വന്തം ഇഷ്ടപ്രകാരം പോകുന്നതിനെയാണ് നമ്മൾ വോളണ്ടറി മൈഗ്രേഷൻ എന്ന് വിളിക്കുന്നത്. പക്ഷേ യുദ്ധം കാരണം, അല്ലെങ്കിൽ വലിയൊരു പ്രകൃതി ദുരന്തം കാരണം, അതുമല്ലെങ്കിൽ ക്ലൈമറ്റ് ചേഞ്ച് കാരണം നാട് വിടാൻ നിർബന്ധിക്കപ്പെടുന്നവരുണ്ട്. അതിനെയാണ് ഫോഴ്സ്ഡ് മൈഗ്രേഷൻ എന്ന് പറയുന്നത്. ഇത് രണ്ടും തമ്മിൽ ആകാശവും ഭൂമിയും പോലത്തെ വ്യത്യാസമുണ്ട്. ഒരാൾ ഒരിടത്തു നിന്ന് മാറുമ്പോൾ അതിന്റെ എഫക്റ്റ് അവിടെ തീരുന്നില്ല. അതൊരു ഓളം പോലെയാണ്. അത് സാമ്പത്തികമായും സാമൂഹികമായും രാഷ്ട്രീയമായുമൊക്കെ ഒരുപാട് മാറ്റങ്ങളുണ്ടാക്കും. അപ്പോൾ ഈ അലയൊലികൾ എവിടെയൊക്കെയാണ് എത്തുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. നോക്കൂ, മൈഗ്രേഷന്റെ ഇമ്പാക്റ്റ് പല ഏരിയകളിലുണ്ട്. ഇക്കണോമിക് സൈഡ് എടുത്താൽ വരുന്ന ആളുകൾ അവിടുത്തെ ലേബർ ഷോർട്ടേജ് നികത്തും, വളർച്ചയ്ക്ക് സഹായിക്കും. പോരാത്തതിന് അവരവരുടെ നാട്ടിലേക്ക് പണം അയച്ച് അവിടുത്തെ ഇക്കണോമിയും സപ്പോർട്ട് ചെയ്യും. ഇനി സോഷ്യൽ കൾച്ചറൽ സൈഡ് നോക്കിയാലോ? ഇത് പുതിയ കൾച്ചറുകളെ ഒരുമിപ്പിക്കും, മൾട്ടി കൾച്ചറലിസം പ്രൊമോട്ട് ചെയ്യും. പക്ഷേ ചിലപ്പോൾ പുതിയ സമൂഹവുമായി ഇഴുകിച്ചേരാനുള്ള ബുദ്ധിമുട്ടുകളും ഉണ്ടാവാം. ഇനി പൊളിറ്റിക്സിലോ പറയേ വേണ്ട. ബോർഡർ പോളിസി, സിറ്റിസൺഷിപ്പ്, ഇതൊക്കെ ഇലക്ഷനിലെ പ്രധാന വിഷയങ്ങളായി മാറും. ഇതിനെല്ലാമുപരി അഭയാർത്ഥികളുടെ കാര്യമെത്തുമ്പോൾ ലോകത്തിന്റെ ഒരു ഹ്യൂമാനിറ്റേറിയൻ ഉത്തരവാദിത്വം കൂടിയായി ഇത് മാറുന്നു. ശരി, ഇതൊക്കെയാണ് ഇതിന്റെ ബേസിക് തിയറി. പക്ഷേ ഇന്ന് റൈറ്റ് നൗ നമ്മുടെ ലോകത്തെ ഷേപ്പ് ചെയ്യുന്ന പ്രധാനപ്പെട്ട മൈഗ്രേഷൻ ട്രെൻഡുകൾ ഏതൊക്കെയാണെന്ന് നോക്കിയാലോ? ഗ്ലോബലി നോക്കുവാണെങ്കിൽ ഒരു 5 മെയിൻ ട്രെൻഡ്സ് നമുക്ക് കാണാൻ പറ്റും. ഒന്നാമത്തത് ക്ലൈമറ്റ്. വെള്ളപ്പൊക്കം, വരൾച്ച, കടൽനിരപ്പ് ഉയരുന്നത്, ഇതൊക്കെ കാരണം ലക്ഷക്കണക്കിന് ആളുകളാണ് വീടില്ലാതാവുന്നത്. രണ്ടാമത് അഭയാർത്ഥികൾ. സിറിയ, അഫ്ഗാനിസ്ഥാൻ, ഉക്രൈൻ, ഗാസ ഇവിടങ്ങളിലെ പ്രശ്നങ്ങൾ കാരണം വലിയ തോതിലുള്ള അഭയാർത്ഥി പ്രവാഹമാണ്. മൂന്നാമത്തത് ലേബർ. ഗൾഫ് രാജ്യങ്ങളിലും യൂറോപ്പിലുമൊക്കെ വർക്കേഴ്സിന് വലിയ ഡിമാൻഡാണ്. നാലാമത്തെ ട്രെൻഡ് സൗത്ത് മൈഗ്രേഷനാണ്, അതായത് വികസ്വര രാജ്യങ്ങൾക്കിടയിൽ തന്നെയുള്ള കുടിയേറ്റം കൂടുന്നു. അവസാനം സ്കിൽഡ് മൈഗ്രേഷൻ. ടെക്നോളജിയിലും എഡ്യൂക്കേഷനിലുമുള്ള നല്ല അവസരങ്ങൾ തേടി പ്രൊഫഷണലുകൾ ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നു. ഈ പറയുന്ന ഗ്ലോബൽ ട്രെൻഡുകളൊക്കെ കേൾക്കുമ്പോൾ ഒരു വലിയ പിക്ചറായിട്ടാവും തോന്നുന്നത്, അല്ലേ? അപ്പോൾ ഇത് കുറച്ചുകൂടി നന്നായിട്ട് മനസ്സിലാക്കാൻ നമുക്ക് ഒരൊറ്റ രാജ്യത്തേക്ക് സൂമിൻ ചെയ്യാം. ഇന്ത്യ തന്നെ എടുക്കാം. അപ്പോൾ ഈ ട്രെൻഡുകളൊക്കെ എങ്ങനെയാണ് ഒരുമിച്ച് പ്രവർത്തിക്കുന്നതെന്ന് നമുക്ക് കാണാം. കാര്യങ്ങൾ കുറച്ചുകൂടി ക്ലിയർ ആവും. ഇന്ത്യയുടെ കാര്യമെടുത്താൽ അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്.
ഒന്നാമത്തെ കാര്യം രാജ്യത്തിനുള്ളിൽ തന്നെയുള്ള വലിയ മൈഗ്രേഷൻ. ലക്ഷക്കണക്കിന് ആളുകളാണ് ഗ്രാമങ്ങളിൽ നിന്ന് മുംബൈ, ഡൽഹി പോലുള്ള വലിയ നഗരങ്ങളിലേക്ക് ജോലിക്കായി വരുന്നത്. രണ്ടാമതായി ഇന്റർനാഷണൽ ഫ്ലോ. തൊഴിലാളികൾ ഗൾഫ് രാജ്യങ്ങളിലേക്കും പ്രൊഫഷണലുകൾ US, UK, കാനഡ പോലുള്ള രാജ്യങ്ങളിലേക്കും പോകുന്നു. മൂന്നാമതായി കോവിഡ് സമയത്ത് നമ്മൾ കണ്ടൊരു കാഴ്ചയുണ്ട്, റിവേഴ്സ് മൈഗ്രേഷൻ. നഗരങ്ങളിൽ നിന്ന് തൊഴിലാളികൾ കൂട്ടത്തോടെ ഗ്രാമങ്ങളിലേക്ക് തിരിച്ചുപോയപ്പോൾ അവരുടെ യഥാർത്ഥ അവസ്ഥ, അവരുടെ അവകാശങ്ങളുടെ കുറവ്, വെൽഫെയർ ഇല്ലാത്തത്, ഇതൊക്കെ പുറത്തു വന്നു. ഇതിനൊരു മറുപടിയായിട്ടാണ് സർക്കാർ ഇ-ശ്രം പോലുള്ള പദ്ധതികളിലൂടെ ഇവർക്കൊരു സേഫ്റ്റി നെറ്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതുവരെ കണ്ടതിൽ നിന്നൊരു കാര്യം വ്യക്തമാണ്. ഇതൊരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് വിഷയമല്ല. ശരി തെറ്റ് എന്നതിലുപരി മൈഗ്രേഷൻ പോളിറ്റിക്സിന്റെ കാതൽ എന്ന് പറയുന്നത് ഒരു ബാലൻസിംഗ് ആക്റ്റാണ്. നിരന്തരമായ ഒരു ബാലൻസ് കണ്ടെത്താനുള്ള ശ്രമം. ഇതൊരു കോയിനിന്റെ രണ്ട് വശങ്ങൾ പോലെയാണെന്ന് പറയാം. ഒരു സൈഡില് മൈഗ്രേഷൻ കൊണ്ടുവരുന്ന വലിയ സാമ്പത്തിക, സാംസ്കാരിക ബെനിഫിറ്റ്സ്. പക്ഷേ മറുവശത്ത് അത് കാരണമുണ്ടാവുന്ന വെല്ലുവിളികളുണ്ട്. ആളുകളെ എങ്ങനെ സമൂഹത്തിന്റെ ഭാഗമാക്കും, നമ്മുടെ ഐഡന്റിറ്റിക്ക് എന്ത് സംഭവിക്കും, അസമത്വം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇവിടെയാണ് ആ പ്രധാന കോൺഫ്ലിക്റ്റ് വരുന്നത്. ഒരു വശത്ത് ഏതൊരു രാജ്യത്തിനും അതിന്റെ നാഷണൽ ഇൻട്രസ്റ്റ് ഉണ്ടാവും. അതായത് അവരുടെ എക്കോണമി, സെക്യൂരിറ്റി, അവിടെയുള്ള പൗരന്മാരുടെ കാര്യങ്ങൾ, ഇതൊക്കെ നോക്കണം. പക്ഷേ മറുവശത്ത് അതിർത്തികൾക്കപ്പുറത്തുള്ള മനുഷ്യരോട് നമുക്കൊരു ഹ്യൂമാനിറ്റേറിയൻ റെസ്പോൺസിബിലിറ്റി കൂടിയുണ്ട്. അഭയാർത്ഥികളെ പ്രൊട്ടക്റ്റ് ചെയ്യാനും മനുഷ്യാവകാശങ്ങൾ സംരക്ഷിക്കാനുമുള്ള ഒരു മോറൽ ഡ്യൂട്ടി. അപ്പോ നമ്മൾ ഇതുവരെ സംസാരിച്ച ഈ വലിയ ചർച്ചയെ ഒരൊറ്റ വാചകത്തിൽ ചുരുക്കിയാൽ അതിങ്ങനെയിരിക്കും: മൈഗ്രേഷൻ പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു രാജ്യത്തിന്റെ താൽപ്പര്യങ്ങളെയും ലോകത്തോടുള്ള മാനുഷികമായ ഉത്തരവാദിത്തങ്ങളെയും ബാലൻസ് ചെയ്യാനുള്ളൊരു ശ്രമമാണ്. ഇന്നത്തെ ലോകമെന്ന് പറയുന്നത് ഒരുപാട് കണക്റ്റഡ് ആണ്, അല്ലേ? അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഈ ബാലൻസിനുള്ള അതിർവരമ്പ് നമ്മൾ എവിടെ വരയ്ക്കണം? ഇതൊരു സിമ്പിൾ ചോദ്യമല്ല. ഓരോ രാജ്യവും, എന്തിന് നമ്മൾ ഓരോരുത്തരും സ്വയം ചോദിക്കേണ്ട ഒരു ചോദ്യമാണിത്.